കാണിക്കാൻ പറ്റും മാക്സിമം എല്ലാവരും കൊണ്ടുവന്ന് കാണിച്ചതാണ്. സാറിനെ കൊണ്ട് കാണിച്ചപ്പോ സാറിന്റെ ഒക്കെ ഒരു സന്തോഷം കണ്ടപ്പോ നമുക്കൊരു മനസ്സ് നിറഞ്ഞു. വളരെ സർപ്രൈസ് ആയിരുന്നു. എന്താ ചെയ്യാൻ പോകുന്നേ, എന്താ ചെയ്യുന്നതെന്നൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. പുള്ളിക്കാരിക്ക് ഒരു ഇത് കൊടുത്തു, നീ ചെയ്യ് എന്നുള്ളൊരു ഇത് കൊടുത്തു. അത് അടിപൊളിയായിട്ട് തന്നെ മാക്സിമം ലെവലിൽ പുള്ളിക്കാരി നമുക്ക് ചെയ്തു. ഇത്തവണ ഓണത്തിന് പുനലൂർ രാധാസ് ചെന്നാൽ അവിടുത്തെ സെയിൽസ് ഗേളിൻ്റെ വകയായിട്ട് ഒരു വെറൈറ്റി കലാവിരുന്ന് കാണാം. അത് വേറൊന്നുമല്ല, ദുപ്പട്ട സെക്ഷനിലെ സെയിൽസ് ഗേൾ ദുപ്പട്ട ഒരുക്കി വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. മാവേലിയുടെ ചിത്രം, മാവേലിയും ഓലക്കുടയുമൊക്കെ ദുപ്പട്ട കൊണ്ട് വിൽപ്പനയ്ക്കായി ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ്. 10 വർഷമായി പുനലൂർ രാധാസിൽ സെയിൽസ് ഗേളായിട്ട് നിൽക്കുന്ന അനീഷയാണ് ഈ കലാവിരുന്നിൻ്റെ ഉടമ. നമുക്ക് നോക്കി കാണേണ്ട കാര്യം തന്നെയാണ്. ഇത് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ അനുമതിയും കൊടുത്ത മുതലാളിമാരെയും സമ്മതിക്കണം. ഇനി ഇത് ചെയ്തെടുത്ത അനീഷയോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അനീഷ ഹാപ്പിയാണ്. ഓക്കെ, നമ്മുടെ പേരെന്തുവാ? എന്റെ പേര് അനീഷ. അനീഷ, എന്തുവാ ഇവിടെ ഒരു മാവേലി, ഹാപ്പി ഓണം, ഇതൊക്കെ നിങ്ങളുടെ ഐറ്റം കൊണ്ട് തന്നെ അലങ്കരിച്ചിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഐഡിയ തോന്നി, എങ്ങനെയാണ് ഇതിൻ്റെ? നമ്മൾ എല്ലാ വർഷവും ഓണത്തിന് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്യും. പ്രാവശ്യം സാർ പറഞ്ഞ് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് വെറൈറ്റി ആയിട്ട് മാവേലി അങ്ങനെ കൊണ്ടുവന്നു. ഇതൊന്നും പഠിച്ചിട്ടൊന്നുമുള്ളതല്ല. അപ്പൊ ഇത് എന്താ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെ ഇത്ര സക്സസ് ആകുമെന്ന്? സാറ് പറഞ്ഞല്ലേ, സാറിന്റെ അടുത്ത് പറഞ്ഞൊരിത് വെച്ച് നമുക്ക് ചെയ്യണമല്ലോ. അതൊരു റിസ്ക് ആയിരുന്നോ? 5 ദിവസം പിടിച്ചത് ചെയ്ത് തീർക്കാൻ. എങ്ങനെയായിരുന്നു ആ ഒരു? ഒരുപാട് സന്തോഷം തോന്നി. നമ്മളിത് കാണിക്കാൻ പറ്റും മാക്സിമം എല്ലാവരും കൊണ്ടുവന്ന് കാണിച്ചതാണ്. സാറിനെ കൊണ്ട് കാണിച്ചപ്പോ സാറിന്റെ ഒക്കെ ഒരു സന്തോഷം കണ്ടപ്പോ നമുക്കൊരു മനസ്സ് നിറഞ്ഞു. മോൻ വന്ന് ഇവിടെ കാണാൻ ഇതുപോലെ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോ മോൻ വന്ന് കണ്ടിട്ട് പോയി. എന്താ പറഞ്ഞു? അപ്പൊ ഒരുപാട് സന്തോഷം അമ്മ ചെയ്തോട്ട്. അമ്മ ഇത്രയും വലിയ കലാകാരിയാണെന്ന് ചോദിച്ചില്ലേ? അതാ അവനും അത്ഭുതമായിരുന്നത്. ഇവിടെ എത്തിപ്പെടുന്ന സാഹചര്യത്തിലാ ഈ കടയില്? നമ്മള് വീട്ടിലെ ബുദ്ധിമുട്ടുകളെ കൊണ്ടാണ് വന്നത്. അവിടെ വന്നിട്ട് ഇപ്പൊ 10 വർഷമായി. നല്ല രീതിയിൽ തന്നെ സാറായാലും മേഡം ആയാലും എല്ലാരും നമ്മളടുത്ത് നല്ല രീതി ഒരു കുടുംബം പോലെ. നമുക്ക് ഒരിക്കലും ഒരു സ്ഥാപനവും തോന്നിയിട്ടില്ല. അതെ, നമുക്ക് വീട് പോലെ തന്നെ. എത്ര വർഷമായെന്ന് പറഞ്ഞു? 10 വർഷമായി. ഈ 10 വർഷത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായി ഈ ഓണം അല്ലേ? അതെ അതെ അതെ, ഈ ഓണം. ഈ ഓണം മറക്കാൻ പറ്റാത്തതാക്കിയത് എന്തുകൊണ്ടാ? ഇത്ര നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി, അതുകൊണ്ട് തന്നെ. അതെ അതെ അതെ, ഇതിങ്ങനെ ഒരു സ്വാതന്ത്ര്യം തന്നില്ലയോ? നമുക്ക് ഫുൾ സ്വാതന്ത്ര്യം. നമുക്ക് ഒരു സ്ഥാപനം മാത്രമേ ഇങ്ങനെ നിൽക്കണം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ